കോഴിക്കോട് വടകരയിൽ 25-കാരനെ കാണാനില്ലെന്ന പരാതി. ആയഞ്ചേരി സ്വദേശി വിഷ്ണു പ്രകാശിനെയാണ് കാണാതായത്. കഴിഞ്ഞ മാസം 13-ന് ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വിഷ്ണു വീട്ടിൽ നിന്നിറങ്ങിയത്. വിഷ്ണു ലോൺ ആപ്പിൽ നിന്നും 10,000 രൂപ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിരന്തരം ഭീഷണി കോളുകൾ വന്നിരുന്നു. ലോൺ ആപ്പിന് ഭീഷണി പകരുന്ന നാടുവിട്ടതാകാമെന്നാണ് കുടുംബത്തിന്റെ സംശയം. വടകര പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ഉയരുന്നത്. ഏറ്റവും ഒടുവിലത്തെ കേസും ആ രൂപത്തിൽ തന്നെയാണോ മനസ്സിലാക്കാനാകുന്നത്? എന്താണ് പോലീസ് പറയുന്നത്, ബന്ധുക്കൾ പറയുന്നത്? അതായത് ഈ വിഷ്ണു കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. മാത്രമല്ല, വിഷ്ണുവിന്റെ ഫോട്ടോ, അതായത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും അതുപോലെ തന്നെ വാട്സപ്പിൽ നിന്നുമൊക്കെ ഫോട്ടോ കളക്ട് ചെയ്ത് ഈ ലോൺ ആപ്പ് സംഘം വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിനെ നഗ്നനാക്കിയിട്ടുള്ള ഫോട്ടോകളാണ് ഇത് അയച്ചു നൽകിയിട്ടുള്ളത്. വിഷ്ണുവിനെ കാണാതാകുന്നത് 13-ാം തീയതിയാണ്. 13-ാം തീയതി ബാങ്കിലേക്ക് എന്നാണ് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ബന്ധുക്കളോട് പല ആളുകളോട് പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരിയോട് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ മറ്റൊരു സഹോദരനോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ടീമിന്റെ കൂടെ ആഘോഷത്തിലാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ബാങ്കിലേക്ക് കാണാനാണ് വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വിഷ്ണു പോയിട്ടുള്ളത്. 13-ാം തീയതിയാണ്, അതായത് 13-ാം തീയതി ഇവരുടെ നാട്ടിലൊരു ഉത്സവം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ വൈകിട്ടോടുകൂടി ഇവർ തിരിച്ചെത്തുമെന്നും വിചാരിച്ചു. പക്ഷെ രാത്രി 1 മണിയായിട്ടും വിഷ്ണുവിനെ കാണാതായ ഘട്ടത്തിലാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ ബന്ധുക്കൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വിഷ്ണു പ്രകാശിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്ന. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.